സർഫസ് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ചാണകത്തിനൊരു പങ്കുണ്ട്. പ്രാണബലം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത. ചാണകം കത്തിയാൽ പുറത്തേക്ക് വരുന്ന ഓക്സിജൻ കണ്ടാണ്. ഗോബർ ഗ്യാസ് പ്ലാന്റുകളുണ്ടല്ലോ, അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. ചാണകത്തിൽ നിന്ന് മീഥേനിന് പകരം വന്നുകൊണ്ടിരുന്നത് ഓക്സിജൻ. നാടൻ പശുവിൻ്റെ മൂത്രത്തിലും ചാണകത്തിലും പാലിലുമൊക്കെ സ്വാഭാവികമായിട്ട് ബോറം ഹൈഡ്രോക്സൈഡ് അഥവാ തങ്കഭസ്മം അടങ്ങിയിട്ടുണ്ട്. ഇടികൊള്ളുക, ചതവുണ്ടാവുക, ഗോമൂത്രത്തിൽ അരച്ച മരുന്നുകളാണ് പണ്ട് കൊടുത്തിരുന്നത്. അതിനൊക്കെ കാരണം ഇതുകൊണ്ടാണ്. ചാണകം വഴിയെ തറയെ കിടക്കാത്ത ഒരാളുടെയും പൂർവ്വർ ഇന്ന് കേരളത്തിൽ ഇന്ന് ഈ ചാണകം എന്ന് ആളുകളെ വിളിക്കുന്നവരും വിളി കേൾക്കുന്നവരും ഒക്കെ ഈ ചാണകത്തിൽ തന്നെ ജനിച്ചു വളർന്നവരാണ്. ഗോവധം എന്ന് പറയുന്നത്, ഗോമാംസ ഭോജനം എന്ന് പറയുന്നതൊക്കെ മഹാപാപങ്ങളുടെ കൊടുംപാപങ്ങളുടെ പഞ്ചമഹാപാതങ്ങളിൽ പെട്ടതാണ് ഗോവധം. എത്ര വലിയ പുണ്യപ്രവർത്തികൾ ചെയ്താലും പൂജകൾ കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും ദാനം ചെയ്താലും അതിൻ്റെയൊക്കെ ഫലം ക്ഷിപ്രത്തിൽ നഷ്ടപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന, ജീവനോടെ ഇരിക്കുമ്പോൾ ഇത്രയും ഗുണം ചെയ്യുന്ന ഒരു ജീവിയെ ഒന്ന് തിന്നണമെങ്കിൽ അതിൻ്റെ മാംസം അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇത് ഉള്ളിൽ പോയി ദഹിച്ചാൽ ഉണ്ടാകുന്ന വിഷം, ടോക്സിൻസ് ഒരു തരത്തിലും പുറത്തു കളയാൻ പറ്റുന്നതല്ല. ഒരു കൂട്ടർക്ക് അത് ഈശ്വരനാണ്, ഈശ്വരതുല്യമാണെന്ന് പറയുമ്പം അതിനെ എതിർക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അത് തിന്നാൻ തുടങ്ങുകയാണ്. വാസ്തവത്തിൽ അവരവരുടെ തലമുറകളോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമസ്തേ രാജേഷ്. നമ്മൾ ഈ സമകാലികമായ വിഷയങ്ങളിൽ ഏറ്റവും ഹോട്ടായിട്ട് നിൽക്കുന്ന വിവാദ വിഷയമാണ് ഈ പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോവ് എന്ന് പറയുന്ന സങ്കല്പം. ഈ അങ്ങ് ഒരു ശ്രീവിദ്യോപാസകനും താന്ത്രികനുമൊക്കെ ആകുമ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഈ താന്ത്രികതയിൽ ഈ ഗോവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? പശുവിൻ്റെ പ്രാധാന്യം എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഈ തന്ത്രം എപ്പോഴും ഒരു വസ്തുവിനൊരു മാഹാത്മ്യം കൽപ്പിക്കുന്നത് അതിൻ്റെ ഒരു സാമൂഹികമായ പ്രയോജനത്തെയും അതിൻ്റെ ഊർജ്ജമണ്ഡലത്തെയും ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശംഖ് നമ്മൾ നോക്കിയാൽ ഒരു ജൈവ അവശിഷ്ടമാണ്. പക്ഷേ ശംഖതീർത്ഥം വളരെ പ്രാധാന്യമായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് ശംഖതീർത്ഥം. ശംഖപൂരണം ഇല്ലാതെ ഒരു പൂജ തുടങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു മാംസാവശിഷ്ടത്തിൻ്റെ ഭാഗമായ ശംഖിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാലും മറ്റ് മാംസ വസ്തുക്കളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നുമില്ല. അതെ. അപ്പോൾ അവിടെ അതിന് ആ ശംഖിൻ്റെ മഹാത്മ്യം കൊണ്ട് തന്നെയാണ് ശംഖ് ഉപയോഗിക്കാനുള്ള കാരണം. എന്നതുപോലെ ഈ ഗോവ് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ് ഗോവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗോവ് എന്ന് പറയുന്ന ശബ്ദത്തെ കുറിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന എല്ലാ പശുവും ഗോവല്ല. അതാദ്യം മനസ്സിലാക്കണം. പശുവും ഗോവും രണ്ടാണ്, രണ്ടും ഒരേ ശബ്ദം തന്നെയാണ്. അപ്പോൾ സംസ്കൃതത്തിൽ പശു എന്നുള്ളതിന് മൊത്തം ജീവജാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഗോവ് എന്നുള്ള ശബ്ദം ഗോവിനെ മാത്രം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ധവള വിപ്ലവം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു പണ്ട് കാലത്ത്. അപ്പോൾ പാലിനെയും പാലുൽപാദനം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തിൽ നടത്തിയ ഒരു സംവിധാനമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ വളരെ റിസർച്ച് കുറഞ്ഞു പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക്. കാരണം ഈ നമ്മുടെ പശുക്കളെ പൊതുവെ വിളിക്കുന്ന പേര് ബോസ് ഇൻഡിക്കസ് എന്നാണ് അതിൻ്റെ ആ ശാസ്ത്രനാമം. അവിടെ നമ്മളിതിനെ നാടൻ പശുക്കൾ എന്നുള്ള പേരിൽ വിളിക്കും. മറ്റത് എച്ച് എഫ് എന്നുള്ള പേരിലാണ് മറ്റു പശുക്കളെ ഇപ്പോൾ കാണുന്ന നമ്മൾ ഈ കാണുന്ന നാട്ടിൽ കാണുന്ന പശുക്കളെ വിളിക്കുന്നത്. ഇത് രണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ജനിതകമായിട്ട് തന്നെ അതിന് വ്യത്യാസമുണ്ട്. അപ്പം ഇതിൻ്റെ പാലിലെ 67ാമത്തെ ഈ അമിനോ ആസിഡ്സ് ആണല്ലോ ഇതിൻ്റെ സ്ട്രക്ചറിൽ. അതിൽ ഈ നാടൻ പശുക്കൾ എന്ന് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽ വരുന്ന പശുക്കളുടെ അതിനകത്ത് വരുന്നത് പ്രോലിനാണ്. പ്രോലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് ആണ് ഉള്ളത്. മറ്റേതിനുള്ളത് ഹിസ്റ്റഡൈനാണ്. ഈ പ്രോലിൻ ഹൃദ്രോഗത്തിന് മരുന്നാണ്, അല്ലെങ്കിൽ ഹൃദയാഘാതത്തെ ചെറുക്കുന്ന ഒരു സാധനമാണ്. ഹിസ്റ്റഡൈൻ അത് ഉണ്ടാക്കുന്നതാണ്. ശരി. അതായത് നാടൻ പശുവിൻ്റെയും മറ്റേ ഫോറിൻ പശുവിൻ്റെയും പാലിൽ ഉള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്. ഒന്ന് A1 മിൽക്കുന്നതും മറ്റേത് A2 മിൽക്കുന്നതാണ്. നമുക്ക് അങ്ങനെ തന്നെ തരംതിരിച്ച് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നെയ്യ് അങ്ങനെ കിട്ടും. A1 പ്രോട്ടീൻ മിൽക്ക്, A1 പ്രോട്ടീൻ ഘീ, A2 പ്രോട്ടീൻ ഘീ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല ബ്രാൻഡുകളുണ്ട് അതിനിപ്പോൾ. ഈ സംഗതി ഇതാണ്. ഈ നാട്ടിൽ ഈ പൂഞ്ഞയുള്ള ഒരു തരം പശുക്കളാണ് നമ്മുടെ സാധാരണ നാടൻ പശുക്കൾ എന്നുള്ള ഗ്രേഡ്. ബാക്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഗോവ് എന്നുള്ള സങ്കല്പം പൂഞ്ഞുള്ള പശുക്കൾ. അതാണ് അതിന് കുറേ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഈ നാടൻ പശുക്കളാണ്. ഒരുപാട് ജെൻസ് ഉണ്ടായിരുന്നു, 72-75 മറ്റോ ജെൻസ് ഉണ്ടായിരുന്നു. അത് ഈ നമ്മൾ സങ്കരവർഗ്ഗം പശുക്കളും ബീജം കുത്തിവെച്ചെടുക്കുകയൊക്കെ ചെയ്ത് സന്താനോൽപാദനം അങ്ങനെ നടത്തി. ഇത് ഏതാണ്ടൊക്കെ വംശനാശം വന്നപ്പോൾ ഒരു 30-32 ചുരുങ്ങിപ്പോയി. ഇപ്പോൾ ഈ നാടൻ പശു എന്ന് പറയുമ്പോൾ നമ്മുടെ വെച്ചൂർ പശു അതൊക്കെ അതിൽ പെടുന്നത്. കാസർഗോഡ് ഉള്ളൻ, വെച്ചൂർ പശു,
അതുപോലെ കാങ്കയം പശു, സിന്ധി പശു, സിന്ധി പശു, താർപാർക്കർ പശു ഒക്കെ വെളിയിൽ നിന്നുള്ള, ഗീർ പശു ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരായിരിക്കും ഗീർ പശു. പിന്നെ മലനാട് പശു, ചെറുവള്ളി പശു കേരളത്തിൽ തന്നെയുള്ള സാധനം. ചെറുവള്ളി, കോട്ടയം ചെറുവള്ളി പശു അത് പ്രത്യേക ഒരു ബ്രീഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളുടെ എന്ത് പറ്റും വെച്ചാൽ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുറത്തുനിന്ന് നമ്മുടെ നാട്ടിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നില്ല ഈ നാടൻ പശുക്കളെ. പക്ഷേ പുറത്ത് സംസ്ഥാനങ്ങളിൽ ഈ നാടൻ പശുവിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്. മറ്റതുണ്ടെങ്കിൽ പോലും നാടൻ പശു അത്ര തന്നെ അളവിലുണ്ട്. അപ്പം ഇത്രയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഗോവധ നിരോധനം വേണം എന്നുള്ളതൊരു സാമൂഹികമായ ഒരു ആവശ്യം ഇതാണ്. പിന്നെ ഇതിൻ്റെ തന്ത്രത്തിൻ്റെ വശം പറയാം. എന്തുകൊണ്ട് തന്ത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു? നമ്മൾ നോക്കിയാൽ ഇന്ന് ഈ ശാക്തേയ പദ്ധതികൾ ഏതെങ്കിലും പിന്തുടരുന്ന ഏതെങ്കിലും ഒരാൾക്ക് പശുവിൻ്റെ വധത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, ഗോവധത്തെ. കാരണം നോക്കൂ, നിങ്ങൾ സഹസ്രനാമത്തിലൊരു പേര് ഗോമാത എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പശുവിനെ ഗോമാത എന്ന് വിളിക്കാൻ കാരണം 33 വിഭാഗത്തിൽപ്പെട്ട ദേവതകളെ, അല്ലെങ്കിൽ 33 കോടി ദേവതകളെയും സകല മൂർത്തികളുടെയും സാന്നിധ്യം പശുവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ. നിങ്ങൾക്ക് ഒന്നുകിൽ ആചാര്യം പറഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായ പിൻബലത്തിൽ പോവാം. ശാസ്ത്രീയമായ പിൻബലത്തിലാണെങ്കിൽ ജർമ്മനിയിലെ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലും നടക്കുന്നുണ്ട്. ഈ നാടൻ പശുവിൻ്റെ മൂത്രത്തിലും ചാണകത്തിലും ഒക്കെ പാലിലുമൊക്കെ സ്വാഭാവികമായിട്ട് ഓറം ഹൈഡ്രോക്സൈഡ് അഥവാ തങ്കഭസ്മം അടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഗുജറാത്തിലൊരു യൂണിവേഴ്സിറ്റി അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിന് നമ്മളുടെ നോർമൽ കോസ്റ്റ്, സ്വർണ്ണത്തിൻ്റെ കോസ്റ്റിന് 3 ഇരട്ടി ചിലവായി. ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവരത് ചെയ്തത്, അല്ലാതെ അതിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഈ തങ്കഭസ്മം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് തങ്കഭസ്മം. അപ്പോൾ അതിൻ്റെ പാലും നെയ്യും ഗോമൂത്രവും ചാണകവും ഉൾപ്പെടെയുള്ള സകല സാധനങ്ങൾക്കും ഈ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഗോമൂത്രം സ്ഥിരമായിട്ട് പണ്ട് കാലത്ത് ഈ ഗോമൂത്രം കുടിക്കാത്തവരും ഇടി കൊള്ളുക, ചതവുണ്ടാവുക, ഇതൊക്കെ ഈ മരുന്നായിട്ട് ഗോമൂത്രത്തിൽ അരച്ച മരുന്നുകളാണ് പണ്ട് കൊടുത്തിരുന്നതൊക്കെ. അതിനൊക്കെ കാരണം ഇതുകൊണ്ടാണ്. ചാണകം വഴിയെ തറയെ കിടക്കാത്ത ഒരാളുടെയും പൂർവ്വർ ഇന്ന് കേരളത്തിൽ ഈ ചാണകം എന്ന് ആളുകളെ വിളിക്കുന്നവരും വിളി കേൾക്കുന്നവരും ഒക്കെ ഈ ചാണകത്തിൽ തന്നെ ജനിച്ചു വളർന്നവരാണ്. അതെ, ഒരാൾക്കും ഒരു ദോഷം ചാണകത്തിൽ തന്നെയാണ്. ഒരുത്തിനും ഒന്നും പറയണം. ഗോവെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു ഒരു കാലത്ത്. അതായത് എത്ര മനുഷ്യരുണ്ടോ അതിന് ഇരട്ടി ഗോവ് വേണമെന്നായിരുന്നു നിയമം. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ സർഫസ് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ചാണകത്തിനൊരു പങ്കുണ്ട്. ഓസോൺ ലെയർ, സർഫസ് ഓസോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ. കാരണം ചാണകം കത്തിയാൽ പുറത്തേക്ക് വരുന്നത് ഓക്സിജൻ കണ്ടൻ്റാണ്. അതുകൊണ്ടാണ് ഈ പഴയ ഗോബർ ഗ്യാസ് പ്ലാന്റുകളുണ്ടല്ലോ, അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാണകത്തിൽ നിന്ന് മീഥേനിന് പകരം വന്നുകൊണ്ടിരുന്നത് ഓക്സിജനാണ്. സങ്കരവർഗ്ഗം പശുക്കളായപ്പോൾ അത് മീഥേനാണ് വരാൻ തുടങ്ങി. അപ്പോൾ അത് പോയിസണസ് ഗ്യാസായി. അത് ഓസോൺ ഡിപ്ലീഷന് കാരണമാവും മീഥേൻ. ഇതാണെങ്കിലോ ഓസോണിന് അഡിഷനാണ്. അപ്പോൾ പ്രാണബലം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് ബിംബങ്ങളുടെ അഭിഷേകത്തിന് പഞ്ചഗവ്യം എന്നുള്ള പേരിൽ നമ്മൾ ഉണ്ടാക്കി അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ മറ്റു പശുക്കളുടെയൊക്കെ എടുക്കണം. അത് ബലിക്കുമോ? ഇല്ല. അവിടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ A1 പശു, ഇപ്പോൾ ഈ കാണുന്ന സങ്കരവർഗ്ഗം പശുക്കളുടെ പാല് ഉള്ളിൽ പോയാൽ ബീറ്റാ കാസോമോർഫിൻ എന്ന് പറഞ്ഞൊരു വിഷം ഉണ്ടാകുന്നു. അത് ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. ഈവൻ റിസർച്ച് പറയുന്നു 3rd ജനറേഷനിൽ അത് ഓട്ടിസം വരെ ഉണ്ടാക്കാം. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കണം, ഈ പാലല്ലേ എന്നോ അതിന് കാരണമായതെന്ന് പരിശോധിക്കണം. അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന, ജീവനോടെ ഇരിക്കുമ്പോൾ ഇത്രയും ഗുണം ചെയ്യുന്ന ഒരു ജീവിയെ കൊന്നു തിന്നണമെങ്കിൽ അതിൻ്റെ മാംസം അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കണം എന്ന് വിചാരിക്കണമല്ലോ. എന്നാൽ അങ്ങനെയല്ല. ഇത് ഉള്ളിൽ പോയി ദഹിച്ചാൽ ഉണ്ടാകുന്ന വിഷം, ടോക്സിൻസ് ഒരു തരത്തിലും പുറത്തു കളയാൻ പറ്റുന്നതല്ല. ഗോമാംസത്തിൽ കഴിച്ചാൽ അതെ, ശരീരത്തിന് ഹാനികരമാണ്. എരുമയോ മറ്റേ ബഫല്ലോയോ ഒന്നും കഴിക്കുന്ന പോലെ അല്ല ഇത്. നിങ്ങൾ അതൊക്കെ തിന്നോ, ആരും വേണ്ടെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. സങ്കരവർഗ്ഗം പശുക്കളെ ഇവിടെ ആരും മിണ്ടുന്നില്ല, മിണ്ടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ തനി നാടനായിരുന്ന ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന വിഭാഗം, മറ്റേത് ബോസ് ടോറസ് എന്നാണ് പറയുന്നത്. ഈ ഇൻഡിക്കസ് വിഭാഗത്തിൽപ്പെട്ട പശുക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭാരതീയരായിട്ടുള്ള ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അതേ കൊന്നു തിന്നു, അതിനെ തന്നെ തിന്നണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ഈ ജീവിയുടെ എക്സ്റ്റിങ്ഷന് കാരണമാവില്ലേ? അതെ.
നമ്മൾ എന്തെല്ലാം ഒരു പ്രയോജനമില്ലാത്ത എത്രയോ ജീവികളെ സംരക്ഷിക്കുന്നു. സിംഹവാലം കുരങ്ങ് വല്ല പ്രയോജനം നാട്ടുകാർക്കുണ്ടതുകൊണ്ട് ഒന്നുമില്ല. അതിനെ നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ മനുഷ്യൻ്റെ ബാധ്യതയാണെന്ന് കരുതിയാണ് നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ജീവിയോട് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടം. അതിനകത്ത് മതപരമായ ഒരു ആംഗിളുണ്ട്. അതുകൊണ്ട് അല്ല, മതം എന്ന് പറയുന്നത് പിന്നത്തെ വിഷയമാണ്. നിങ്ങൾ മതത്തെ, ഏത് മതത്തിനും മുമ്പ് നിങ്ങൾ പൂർവികരെ പറ്റി ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ പൂർവികർ ഇതിൽ നിന്നൊക്കെ തന്നെയല്ലേ മുന്നോട്ട് വന്നത്. അതെ, മതത്തിലേക്ക് പോലും വന്നതിന്. അതെ, ഈ പാലിൻ്റെയും ഈ ഗോമൂത്രത്തിൻ്റെയും എല്ലാം ഗുണങ്ങൾ അത്ര തന്നെ ദോഷം മാംസത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. പാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടോക്സിൻ എന്നാണ്, വിഷം. അപ്പോൾ ഈ നമ്മളിപ്പോൾ വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഗോവധം എന്ന് പറയുന്നത്, ഗോമാംസ ഭോജനം എന്ന് പറയുന്നതൊക്കെ മഹാപാപങ്ങളുടെ, കൊടുംപാപങ്ങളുടെ ഗണത്തിൽ, പഞ്ചമഹാപാതങ്ങളിൽ പെട്ടതാണ് ഗോവധമൊക്കെ. ഗോവധം എന്ന് പറയുന്നത് ആ രീതിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യുന്ന ഒരാൾ അയാളെ നമ്മൾ പാപം ചെയ്യുന്നവനെ പാപി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പം ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പാപം ചെയ്ത ഒരാൾ ഗോമാംസം ഭുജിക്കുകയോ ഗോവധത്തിൻ്റെ ഭാഗമാവുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾക്ക് അയാളുടെ എങ്ങനെയാണ് അയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുക? ഇല്ല, പുറത്തു വരുന്നതിന് മുമ്പ് അയാൾക്ക് സംഭവിക്കുന്നത് എന്തെന്ന് അറിയണ്ടേ. എത്ര വലിയ പുണ്യപ്രവർത്തികൾ ചെയ്താലും, പൂജകൾ കഴിച്ചാലും, എന്തൊക്കെ ചെയ്താലും, ദാനം ചെയ്താലും അതിൻ്റെയൊക്കെ ഫലം ക്ഷിപ്രത്തിൽ നഷ്ടപ്പെട്ടു. അതുവരെ എന്തോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നോ? അല്ല, ഉദാഹരണം പറഞ്ഞാൽ ഒരു പരിഹാരക്രിയയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ് നമ്മൾ. ഒഴിവെല്ലാം കാണുമ്പോഴെല്ലാം കൃത്യമായിരിക്കും, പക്ഷെ നമ്മൾ കഴിച്ചാൽ ഫലിക്കാത്ത അവസ്ഥ വരും. അതിന് കാരണം ഇയാൾ ഈ ഗോമാംസം കഴിച്ചിട്ടുള്ളതുകൊണ്ടോ ഗോവധത്തിന് കൂട്ടുവന്നിട്ടുള്ളതുകൊണ്ടാണ്, മഹാപാതങ്ങളിൽ പെട്ടാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ പാടില്ല. കർമ്മം ചെയ്യുന്ന ആചാര്യൻ നിബന്ധിച്ചു പോകും, അയാളുടെ ബലം പോകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു പാപം എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് അവനവന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രാജാപത്യ കൃച്ഛ്രം ചെയ്ത് വെളി വരണം. അതെന്താ അത്? അതൊരു വൈദിക ഒരു പ്രായശ്ചിത്ത ചടങ്ങാണ്. പല രീതിയിൽ ഉണ്ടത്. അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചഗവ്യം സേവിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് ധേനുപൂജ നടത്തി പരിഹാരത്തിനായിക്കൊണ്ട് ദാനം പ്രായശ്ചിത്തത്തിനുള്ള ദാനം ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഒരു 21 ദിവസത്തേക്ക് പഞ്ചഗവ്യം സേവിച്ചുകൊണ്ട് തന്നെ വ്രതം. പിന്നെ പശുക്കളുടെ സേവ, പശുവിനെ പരിപാലിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഗോവധം എന്ന് പറയുന്നത് നിരോധനം വേണമെന്നും ഈ ജീവികളെ സംരക്ഷിക്കണമെന്നും നമ്മൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്ത് പോകണം, അതിനുവേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ പാപപരിഹാരം ഉണ്ട് ഇതിനകത്ത്. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അതിന് ഉണ്ട്. പിന്നെയും ഇത് തന്നെ വീണ്ടും തുടർന്നാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പഞ്ചഗവ്യ സേവയാണ് ബെസ്റ്റ്. എല്ലാ അശുദ്ധിയും മാറാനായിട്ട് പഞ്ചഗവ്യ സേവയാണ് വേണ്ടത്. അങ്ങനെ അബദ്ധത്തിൽ അഭക്ഷ്യമായത് കടന്നുകൂടിയാൽ പഞ്ചഗവ്യം സേവിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് പരിഹാരം ചെയ്യേണ്ടതെന്നാണ് ആചാര്യസ്വാമികൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തിരുപ്പതി ലഡു വിവാദം വന്ന് ഓർക്കുന്നുണ്ടോ? അതെ, ആ സമയത്തും ശങ്കരാചാര്യസ്വാമി പറഞ്ഞിരുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഒരു ദിവസം ഉപവസിച്ച് പഞ്ചഗവ്യം കഴിച്ച് പാപത്തിൽ നിന്ന് മുക്തി വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിനകത്ത് പരിഹാരം എന്ന് പറയുന്നത്. അപ്പം ഗോവധം വേണ്ടതാണോ എന്നുള്ള ചോദ്യത്തിന് നോക്കൂ, ഈ ഗോവധത്തെ എതിർക്കുന്ന ആളുകളും ഇത് വേണം, ഞങ്ങളുടെ ഭക്ഷണമാണെന്ന് പറയുന്ന ആളുകളും ഈ പശുവിൻ്റെ ഈ അവസ്ഥയെപ്പറ്റി പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 4 കാലിൽ നിന്ന് അമർന്നതെല്ലാം പശുവെന്നാണ് അവരുടെ ചിന്ത. ഈ എക്സ്റ്റിങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന നാടൻ പശുക്കളെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ടാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ സങ്കരവർഗ്ഗം പശുക്കളെ, ലക്ഷക്കണക്കിന് പശുക്കളെ ഉണ്ടാക്കി വിടുന്നുണ്ട്, അതല്ല. ഇപ്പം ഉഴാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാങ്കേയം ഇനത്തിൽപ്പെട്ട കാളകൾ, ഇതൊക്കെ നാടൻ പശുവിൻ്റെ ജനിച്ച് വരുന്നതാണ്. അതിനെ ആ കപ്പാസിറ്റി ഉള്ളൂ. വണ്ടി വലിക്കുന്ന കാള, അതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പം ഇവിടെ ഗോവെന്നുള്ള ശബ്ദം കാളയ്ക്കും പശുവിനും കൂടെ ചേർത്താണ് ഉപയോഗിക്കുന്നത്. ഇനി ആ പശു ചത്താൽ എന്ത് ചെയ്യുന്ന ചോദ്യമില്ലേ. പശു ചത്താൽ അതിനെ കുഴിച്ചിട്ടാൽ, ഒരു പശു കുഴിച്ചിട്ട ഭൂമി 1 ഏക്കറോളം അതിന് വളക്കൂറാക്കാനായിട്ട് പറ്റും. പശുമാംസം ഈ ഇഴുകി ചേർന്നാൽ. അതിന് കാരണം ഇതിൻ്റെ പ്രാണബലമാണ് അതിൻ്റെയും കാരണം. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു ജീവിയെ, അത് ജീവിച്ചിരിക്കുമ്പോഴും ലാഭം, അത് ചത്തു കഴിഞ്ഞാലും ലാഭം. അങ്ങനെയുള്ളൊരു ജീവിയെ എന്തിനാണ് കൊന്ന് ഭക്ഷണത്തിനായിക്കൊണ്ട് കൊല്ലുന്നത്? സ്വാദുണ്ടെന്ന് കരുതി നമ്മൾ വിഷം കഴിക്കുമോ? ഇപ്പോൾ ഇവിടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടർക്ക് അത് ഈശ്വരതുല്യമാണെന്ന് പറയുമ്പം അതിനെ എതിർക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അത് തിന്നാൻ തുടങ്ങുകയാണ്. വാസ്തവത്തിൽ അവരവരുടെ തലമുറകളോട് ചെയ്യുന്ന ദ്രോഹമാണത്. പശുവിനെ തിന്നിട്ടേ ഞങ്ങൾ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ഉള്ളിൽ പോകുന്ന പോലെയാണ്. ഗോമാതാഗുഹ ജന്മഭൂമി ലളിതാസ്നാമത്തിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ ഗോമാത എന്ന് ദിവസവും ലളിതാസ്നാമം ജപിക്കുകയും പശുവിൻ്റെ ഇറച്ചി തിന്നുകയും കൂടെ ചെയ്താൽ അതിന് എന്ത് ഫലമാണ്? എന്തിനാണ് ഈ സഹസ്രനാമം ജപിക്കുന്നത്?
ഒരു കാര്യമില്ല അതിനകത്ത്. അതുകൊണ്ട് ഗോവധം നിരോധനം എന്ന് പറയുന്നത് വേണ്ടതാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ തിന്നാനുണ്ട് നാട്ടിൽ. അതെ, പശുവിറച്ചി തന്നെ വേണമെന്നില്ല. ബന്ധമില്ല. എക്സ്റ്റിങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അതാണത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ നാടൻ പശുക്കൾ എന്ന് പറയുന്നത് വംശനാശ ഭീഷണിയിലാണ്. സാധാരണ ഈ പൂജാവിധാനങ്ങളിലും പൂജയുടെ ഭാഗമായിട്ടുമൊക്കെ പശുവിനെ നിർത്താറുണ്ട്, ഉപയോഗിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അത് ഏതൊക്കെ പൂജകളിലാണ്? ഇപ്പം എന്താ പറയുക, മഹാഭാരതത്തിലെയും രാമായണത്തിലെയൊക്കെ ചില പൂജകളിൽ ഇങ്ങനെ പശുവിനെ അവിടെ നിർത്തി അങ്ങനെ ചെയ്തതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഈ 9ാം ഉത്സവം കഴിഞ്ഞിട്ടുള്ള ദിവസം രാവിലെ പശുവിനെ അഴിച്ചു കെട്ടുന്ന ഒരു ചടങ്ങ്, കാളക്കുട്ടിയെയോ പശുക്കുട്ടിയെയോ ഒക്കെ അഴിച്ചു കെട്ടുന്ന, അതൊന്ന് വിശദീകരിക്കാമോ? ഗോപൂജ കഴിഞ്ഞ് തുറക്കുന്ന ക്ഷേത്രമുണ്ട്. എന്നും ഗോപൂജ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവണ്ണാമല. ഓ, അത് ശരി. അങ്ങനെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഗോപൂജയ്ക്ക് ശേഷം മാത്രമേ തുറക്കാറുള്ളൂ. ഗോവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ പിന്നെ മഹാലക്ഷ്മി പൂജ ആവശ്യമില്ല എന്നാണ്. ആ ഗോവിനെ പരിചരിച്ച മഹാലക്ഷ്മി പൂജയായി. കാമധേനു സങ്കല്പമാണ്. എന്തും ചോദിക്കുന്നതെന്തും തരാൻ ശേഷിയുള്ള കാമധേനു സങ്കല്പത്തിലാണ് ഈ ഗോവിനെ കണക്കാക്കുന്നത്. ശരിയാണല്ലോ, മഹാലക്ഷ്മിയെ പോലെ തന്നെ ആയിരുന്നല്ലോ കാമധേനുവിൻ്റെ സങ്കല്പം. അതുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കുന്നത്. അപ്പം ഈ പശുവിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ ഈ വളരെ നമുക്ക് ഉപദ്രവമായിട്ടുള്ള ഊർജ്ജമണ്ഡലങ്ങളുണ്ടല്ലോ, അവർ പശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇല്ലാണ്ടാവും. നമ്മളിപ്പം നമ്മൾ പറയുമ്പം എനർജിക്ക് നെഗറ്റീവും പോസിറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ പോലും മൈനസ് ഇൻറ്റൻഷനോടുകൂടി നിൽക്കുന്ന ആളുകൾക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ ഊർജ്ജമണ്ഡലത്തിലെ ശുദ്ധിയാക്കാനായിട്ട് സാധിക്കും. പശു വന്ന് ഗൃഹപ്രവേശ സമയത്ത് അകത്ത് കയറി ചാണകമിട്ട് ഗോമൂത്രം അവിടെ വീണാൽ നമ്മളൊരു ഗണപതി ഹോമം കഴിച്ച് ശുദ്ധിയാക്കുന്നതിനേക്കാൾ ഫലം. അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് ഈ ധേനുപൂജ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ചടങ്ങിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരു കാലത്ത്. എന്ത് ചെയ്താലും ഗോക്കളെ പരിപാലിച്ചിട്ട് ഗോക്കളുടെ പൂജ കഴിച്ചിട്ടാണ് തുടങ്ങിയിരുന്നത്. അതിപ്പോൾ നമ്മൾ വെള്ളെടുത്ത് ഇപ്പോൾ നടക്കുമ്പോൾ അത് കോമൺ അല്ലാത്തൊരു കാര്യമായി മാറിയതിൻ്റെ പേരിൽ ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. അവിടെ അങ്ങനെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു. വാസ്തവത്തിൽ അത് എന്നും ഉണ്ടായിരുന്നു. അശ്വമേധത്തിൻ്റെ രാജസൂയത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എപ്പോഴും അതിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും ഹോമങ്ങൾക്ക് വലിയ യാഗങ്ങൾക്ക് പശുവിനെ ബലി കൊടുത്തിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരും. നോക്കൂ, ഒരു വലിയൊരു പർപ്പസിന് വേണ്ടിയിട്ട് ചെറിയൊരു ത്യാഗം ചെയ്യുന്ന പോലെ അല്ല മാസമായിട്ടുള്ള കൊലപാതകം നടന്നത്. അന്നങ്ങനെ ചെയ്തെങ്കിൽ അതും ഈ ഗോവധ നിരോധനം വേണമെന്ന്, കൊല്ലാൻ പാടില്ല എന്ന് എഴുതിയ ആചാര്യന്മാർ തന്നെ ആയിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ ആന്തരികമായ അർത്ഥം പശുവിൻ്റെ മാംസം തന്നെയാണോ എന്നുകൂടി 10 പ്രാവശ്യം പരിശോധിക്കണം. പശു എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളെയും കൂടെ ആണല്ലോ പറയുന്നത്. അല്ല, ഗോവെന്ന് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അതിന് മറ്റെന്തെങ്കിലും ആന്തരികമായ അർത്ഥമുണ്ടോ എന്നത് വ്യക്തമായിട്ട് പരിശോധിക്കാതെ ഇത്തരം വിഷയങ്ങളിൽ കയറി നമ്മൾ അതിൻ്റെ വാക്കിലുള്ള അർത്ഥം കൊണ്ട് മറുപടി പറയുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഈ ഗോവധം എന്ന് പറയുന്ന ഈ വിവാദ വിഷയത്തിൻ്റെ താന്ത്രിക പ്രാധാന്യം, പശുവിന് അല്ലെങ്കിൽ ഗോവിന് താന്ത്രിക വൈദിക സമ്പ്രദായങ്ങളുള്ള ആ പ്രാധാന്യവും ഈ ഗോവധം എന്തുകൊണ്ട് നടത്തരുത് എന്നുള്ളതിലും ഒരു വിശദമായ ഒരു ഉൾക്കാഴ്ച തന്നെ അങ്ങ് തന്നിട്ടുണ്ട്. നന്ദി, നമസ്കാരം.